ക്രിസ്തുവിൽ പ്രിയരെ വീണ്ടും വരാമെന്ന് വാഗ്ദത്തം ചെയ്ത കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇവർക്കും സ്നേഹവന്ദനം. ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട പുതിയ വർഷത്തിൻ്റെ പുതിയ മാസത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച ജനുവരി മാസം 14-ാം തീയതി കർത്താവിനെ ആരാധിപ്പാനും മഹത്വപ്പെടുത്തുവാനും ഈ ദിനം നമുക്ക് ജീവനോടിരുന്ന് കാണുവാനും അനുഭവിപ്പാനും നൽകിയ കൃപയോർത്ത് ദൈവത്തെ സ്തുതിക്കാം, സ്തോത്രം ചെയ്യാം. കർത്താവ് മാറാത്തവൻ, മറക്കാത്തവൻ. നമ്മുടെ ജീവിതത്തിൻ്റെ പ്രവൃത്തികൾ അതൊന്നും ദൈവം മറക്കുകയില്ല. ഓർമ്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട് നമ്മുടെ ദൈവം. നമ്മൾ ചെയ്യുന്ന നല്ലതും തീയതുമായ പ്രവൃത്തികളെ ദൈവം തൻ്റെ ഓർമ്മയുടെ പുസ്തകത്തിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. എപ്പോഴെങ്കിലും രാത്രി ഒന്ന് കിടക്കാനായി ചെല്ലുമ്പോൾ നിങ്ങൾ ഒന്ന് ഓർത്തിട്ടുണ്ടോ, ഇന്ന് ഞാൻ ചെയ്ത നല്ല പ്രവൃത്തികളും എന്നിൽ നിന്നുണ്ടായ ദോഷപ്രവൃത്തികളും എന്തൊക്കെയാണ്? ഈ രണ്ട് പ്രവൃത്തികളും ദൈവം തൻ്റെ സന്നിധിയിൽ പുസ്തകത്തിൽ രേഖപ്പെടുത്തി വച്ചിട്ടുണ്ട്. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഓരോ നാളും നമ്മുടെ നല്ല പ്രവൃത്തികൾക്ക് ദൈവം പ്രതിഫലം നൽകുന്നുണ്ട്, ഈ ഭൂമിയിലും നിത്യതയിലും. അതുകൊണ്ട് തന്നെ സൽപ്രവൃത്തികളിൽ നാം വളർന്നു വരുന്നവരായി തീരാം. നമ്മുടെ വാക്കുകൾ, നമ്മുടെ പ്രവൃത്തികളൊക്കെ വിശുദ്ധമായിരിക്കണം, വിനയമുള്ളതായിരിക്കണം. അങ്ങനെയുള്ള ഒരു ജീവിതം ഈ പുതിയ വർഷത്തിൽ അപ്രകാരം തന്നെ മുന്നോട്ട് പോകുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഏവരെയും ഈ ശുശ്രൂഷയിലേക്ക് ഹാർദവമായി സ്വാഗതം ചെയ്യുന്നു. പ്രാർത്ഥനയോടുകൂടെ ഇന്നത്തെ ഈ കൂട്ടായ്മയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. സകല ജാതികളുമായുള്ളവരെ യഹോവയെ സ്തുതിപ്പിൻ, സകല വംശങ്ങളുമായുള്ളവരെ അവനെ പുകഴ്ത്തുവിൻ. നമ്മോടുള്ള ദൈവത്തിൻ്റെ ദയ വലുതായിരിക്കുന്നു, യഹോവയുടെ വിശ്വസ്തത എന്നേക്കുമുള്ളത്. യഹോവയെ സ്തുതിപ്പിൻ. കണ്ണുകളടയ്ക്കാം, ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. പരിശുദ്ധവാനും നാൾ തോറും ഞങ്ങളെ കരം പിടിച്ച് നടത്തുകയും ചെയ്യുന്ന സ്വർഗീയ പിതാവാം നല്ല ദൈവമേ, അൽഫായും ഒമേഗയും ആദിയും അന്തവും ആദ്യനും ഒടുക്കത്തിനുമായ ജീവനുള്ള ദൈവത്തിൻ്റെ സന്നിധിയോളം കടന്നു വരുവാനും പ്രാർത്ഥിക്കുവാനും ദൈവകൃപ അനുഭവിപ്പാനും ഈ ദിനം ദൈവം ഞങ്ങളെ സഹായിച്ചല്ലോ. പുതിയ വർഷത്തിൻ്റെ 14 ദിനങ്ങൾ അത്ഭുതകരമായി ദൈവം നടത്തിക്കൊണ്ടിരിക്കുന്നവർക്ക് സ്തോത്രം. ദൈവമേ, ഇനിയുള്ള നാളുകളിലും അങ്ങ് ഞങ്ങളെ നടത്തുവാൻ ശക്തൻ. ഈ യാത്രാവേളയിൽ ഞങ്ങളെ ധൈര്യപ്പെടുത്തുന്ന, ഞങ്ങളെ ബലപ്പെടുത്തുന്ന, ഞങ്ങളുടെ ജീവിതത്തിലേക്ക് സമൃദ്ധിയെ കൊണ്ടുവരുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് രൂപാന്തരം നൽകുന്ന, ഞങ്ങളുടെ ജീവിതത്തിന് പ്രത്യാശയും നിത്യതയുടെ പ്രവേശനവും കർത്താവെ സാധ്യമാക്കുന്ന ദൈവ വചനത്തിനായി സ്തോത്രം ചെയ്യുന്നു. ഞങ്ങൾ കർത്താവെ പ്രാർത്ഥനയോടെ ഈ ധ്യാനത്തിലേക്ക് പ്രവേശിക്കട്ടെ. അവിടുത്തെ സാന്നിധ്യം ഞങ്ങളുടെ മേൽ പകരണമേ. പ്രാർത്ഥന അനുഗ്രഹിക്കാൻ സ്തോത്രം. യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ ആമീൻ, ആമീൻ, ആമീൻ. പ്രിയരെ, കഴിഞ്ഞ ഞായറാഴ്ച തിരുവചന സന്ദേശത്തിൻ്റെ ഒടുവിൽ ഒരു ചോദ്യം ഞാൻ ചോദിക്കുകയുണ്ടായി. ആ ചോദ്യം ഇപ്രകാരമാണ്: 2 ദിനവൃത്താന്ത പുസ്തകം 15-ാമത്തെ അധ്യായത്തിൽ രേഖപ്പെടുത്തിയിരിക്കുന്ന പ്രവാചകൻ ആരാണ്? ഏത് പ്രവാചകൻ്റെ ആണ് അവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്? അതിൻ്റെ ആൻസർ പലരും വളരെ പോസിറ്റീവായിട്ട് തന്നെ ഇട്ടിട്ടുണ്ട്. വളരെ സന്തോഷമുണ്ട്. ഗോഡ് ബ്ലസ് യു ആൾ. അപ്പോൾ അതിൻ്റെ ഉത്തരവെന്ന് പറയുന്നത് അസരിയ പുരോഹിതനാണ്, അസരിയ പ്രവാചകനാണ്, ക്ഷമിക്കണം, അസരിയ പ്രവാചകനാണ് 2 ദിനവൃത്താന്ത പുസ്തകം 15-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുള്ളത്. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. തുടർന്ന് ഇന്നത്തെ സന്ദേശത്തിൻ്റെ ഒടുവിലും ഒരു ചോദ്യമുണ്ടാകും. പ്രാർത്ഥനയോടെ ശ്രദ്ധയോടെ ആയിരിക്കുക. ഇന്ന് നാം ധ്യാനിക്കുവാനായി പോകുന്നത് മത്തായി എഴുതിയ സുവിശേഷം 7-ാം അധ്യായം 16 മുതൽ 23 വരെയുള്ള വാക്യങ്ങളിൽ നിന്നും, അതോടൊപ്പം തന്നെ റോമർക്ക് എഴുതിയ ലേഖനം 6-ാം അധ്യായം 12 മുതൽ 21 വരെയുള്ള വാക്യങ്ങളിൽ നിന്നുമായുള്ള ചില ചെറു ചിന്തകളെയാണ് വിശദമായിട്ട് നാം ഇന്ന് ധ്യാനിക്കുവാനായി പോകുന്നത്. അതിനായി ഞാൻ എടുത്തിരിക്കുന്ന ടൈറ്റിൽ, അതിൻ്റെ തലക്കെട്ടെന്ന് പറയുന്നത് മതവും ക്രിസ്തുവും പിന്നെ ഞാനും. മതവും ക്രിസ്തുവും പിന്നെ ഞാനും. ആരംഭത്തിൽ ഒരു ചോദ്യത്തോടു കൂടെ ഞാൻ ചോദിക്കട്ടെ. നിങ്ങൾ എപ്പോഴെങ്കിലും മറ്റൊരാൾ ഉപയോഗിച്ച വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? മറ്റൊരാൾ ഉപയോഗിച്ച വസ്തുക്കൾ നിങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടോ? ഞാൻ അർത്ഥമാക്കിയത് സെക്കൻഡ് ഹാൻഡ് തിങ്സിനെ കുറിച്ചാണ്. സെക്കൻഡ് ഹാൻഡ് തിങ്സ്. ചില വീട്ടിൽ അപ്പനും അമ്മയ്ക്കും 4 മക്കളുണ്ടാകും. അപ്പോൾ ഓരോ മക്കളും ഉപയോഗിക്കുന്ന വസ്ത്രങ്ങൾ, ആ വസ്ത്രങ്ങൾ ഇളയ കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാറുണ്ട്. മൂത്ത കുഞ്ഞുങ്ങൾ ഒരിക്കൽ ഉപയോഗിച്ച് അത് പഴകിയ വസ്ത്രങ്ങളെ മക്കൾ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ അവരുടെ ശരീരപ്രകൃതി ഒന്നാണെങ്കിൽ ചേട്ടൻ അഥവാ ചേച്ചി ഉപയോഗിച്ച വസ്ത്രങ്ങൾ
താഴെത്തട്ടിലുള്ള കുഞ്ഞുങ്ങൾ ഉപയോഗിക്കാറുണ്ട്. ചില വീട്ടിൽ അപ്പൻ്റെ ചെരുപ്പ്, അപ്പൻ ഉപയോഗിക്കുന്ന ഹെൽമെറ്റ് ആൺമക്കൾ ഉപയോഗിക്കാറുണ്ട്. അപ്പൻ്റെ വസ്ത്രം ഉപയോഗിക്കുന്ന മക്കളെ ഞാൻ കണ്ടിട്ടുണ്ട്. അതുപോലെ തന്നെ മക്കളുടെ വസ്ത്രങ്ങൾ ഉപയോഗിക്കുന്ന ആൺമക്കളുടെ വസ്ത്രങ്ങൾ ശരീരപ്രകൃതി സൈസ് ഒന്നാണെങ്കിൽ അങ്ങനെ മാറി മാറി ഉപയോഗിക്കുന്ന കണ്ടിട്ടുണ്ട്. സെക്കൻഡ് ഹാൻഡ് തിങ്സ്, മറ്റൊരാൾ ഉപയോഗിച്ച വസ്തുക്കൾ. ഇതുപോലെ തന്നെ പലപ്പോഴും മറ്റുള്ളവർ ചെയ്യുന്ന ശീലങ്ങൾ അനുകരിക്കാറുണ്ട്. അപ്പൻ ചെയ്തതാകാം, ഒരു ഗുരു ചെയ്തതാകാം, ടീച്ചർ ചെയ്യുന്ന, സുഹൃത്ത് ചെയ്യുന്നതാകാം. അവരുടെ ചില ശീലങ്ങളും സ്വഭാവങ്ങളും നാം പലപ്പോഴും നമ്മിൽ പകർത്തിയെടുക്കാറുണ്ട്, അല്ലേ? അപ്പോൾ എൻ്റെ പപ്പ ഇങ്ങനെ ചെയ്യുമായിരുന്നു, അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ചെയ്തത്. ആ സ്വഭാവത്തെ ഞാൻ ആ പപ്പ ക്രിയേറ്റ് ചെയ്ത് തൻ്റെ ജീവിതത്തിൽ താൻ അനുവർത്തിച്ച് വന്ന ആ സ്വഭാവത്തെ മകൻ അഥവാ മകൾ അല്ലെങ്കിൽ ഭാര്യ അല്ലെങ്കിൽ ഭർത്താവ് അവർ അതിനെ ഉൾക്കൊള്ളുകയാണ്. അപ്പോൾ അതും സെക്കൻഡ് ഹാൻഡ് ക്യാരക്ടറാണ്. മറ്റൊരാൾ ഉപയോഗിച്ചിരുന്ന ക്യാരക്ടറുടെ ശീലത്തെ, ഒരു പാറ്റേൺ, ഒരു രീതിയെ മക്കൾ അല്ലെങ്കിൽ മറ്റുള്ളവർ ഉപയോഗിക്കുന്ന ഒരു ചിത്രം. മൂന്നാമതായിട്ട് ചില സമയത്തൊക്കെ നമുക്കറിയാം, നമ്മുടെ വീട്ടിൽ അറിയപ്പെടുന്ന ഒരാളുണ്ടെങ്കിൽ നാം എപ്പോഴും നമ്മെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്, നമ്മെ പരിചയപ്പെടുത്തുന്നത് അവരുടെ പേരിലായിരിക്കും. ചുരുക്കത്തിൽ പറഞ്ഞാൽ PK ആൻഡ് MK. അപ്പോൾ PK ആൻഡ് MK എന്ന് ഉദ്ദേശിച്ചത് മിഷണറി കിഡ് ആൻഡ് പ്രീച്ചേഴ്സ് കിഡ്. നിങ്ങൾ ആരാണ്, എവിടെയാണ്? ഞാൻ ഇന്ന മിഷണറിയുടെ മകനാണ്, ഞാൻ ഇന്ന പ്രസംഗകൻ്റെ മകനാണ്, അല്ലെങ്കിൽ ഞാൻ ഇന്ന ഒരു കവിത രചിക്കുന്ന അദ്ദേഹത്തിൻ്റെ മകനാണ്, ഞാൻ ഇന്ന മിനിസ്റ്ററുടെ മകനാണ്, ഞാൻ ഇന്ന മിനിസ്റ്ററുടെ മകളാണ്. എൻ്റെ പേരിനും വലിയ പ്രസക്തി കാണുന്നില്ല, പക്ഷെ ഞാൻ എന്നെ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് എൻ്റെ കുടുംബത്തിൻ്റെ പാരമ്പര്യം വെച്ചോ എൻ്റെ കുടുംബമായി ബന്ധപ്പെട്ട ആരുടെയെങ്കിലും പേര് വെച്ചായിരിക്കും നമ്മൾ എന്ത് ചെയ്യുന്നു, സമൂഹത്തിൽ നാം ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. അല്ലെങ്കിൽ ഇന്ന ജോലിയിലിരിക്കുന്ന ഇന്ന ആളിൻ്റെ കൊച്ചുമോനാണ്, ഇന്ന സയൻറ്റിസ്റ്റിൻ്റെ കൊച്ചുമോനാണ്. കുടുംബ പാരമ്പര്യം വച്ച് നാം നമ്മെക്കുറിച്ച്, ചിലപ്പോൾ സമയങ്ങളിൽ ഞാനൊരു ദൈവവിശ്വാസി അല്ലായിരിക്കാം, ഞാനൊരു നിരീശ്വരവാദിയായിരിക്കാം, പക്ഷേ എൻ്റെ അപ്പനൊരു പ്രസംഗകനായിരുന്നിരിക്കാം, എൻ്റെ അപ്പനൊരു മിഷണറി ആയിരുന്നിരിക്കാം. പക്ഷെ ഞാൻ ഇപ്പോഴും പറയുന്നത് ഐ എ പ്രീച്ചേഴ്സ് കിഡ്, ഇന്ന പ്രീച്ചറുടെ കിഡാണ്, ഇന്ന മിഷണറിയുടെ കിഡാണ് എന്നൊക്കെ. അതാണ് PK MK എന്ന് ഞാൻ ഷോർട്ട് ഫോം ഞാൻ ഉപയോഗിച്ചത്. ഇങ്ങനെയൊക്കെ അറിയപ്പെടുന്ന ശീലങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഈ 3 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു. ഞാൻ ചോദിക്കട്ടെ, ഇതുപോലെ നാം നമ്മുടെ ജീവിതത്തിൽ എപ്പോഴെങ്കിലും മറ്റുള്ളവർ ഫോളോ ചെയ്തു എന്ന ഒരു മതത്തെ നാം പിൻപറ്റുന്നുണ്ടോ? എപ്പോഴെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ, ഉപയോഗിക്കുന്നവരാണോ? ഞാൻ സൂചിപ്പിക്കുകയാണെങ്കിൽ സെക്കൻഡ് ഹാൻഡ് റിലീജിയൻ, അല്ലെങ്കിൽ മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ നാം ഉപയോഗിച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ ഉപയോഗിക്കുന്നവരാണോ? അങ്ങനെയുള്ള അനുഭവത്തിലാണ് നാം പോയിക്കൊണ്ടിരിക്കുന്നത്. എൻ്റെ അപ്പനും അമ്മയും ഉപയോഗിച്ച ഒരു മതം ക്രൈസ്തവ മതമാകട്ടെ, അപ്പോൾ ആ ക്രൈസ്തവ മതത്തെയാണോ ഞാൻ ഇന്ന് ഉപയോഗിക്കുന്നത്? എങ്കിൽ അത് സെക്കൻഡ് ഹാൻഡ് റിലീജിയനാണ്. സെക്കൻഡ് ഹാൻഡ് റിലീജിയൻ. ഇന്ന് ഇതിനെക്കുറിച്ച് ഞാൻ പറയുമ്പോൾ നിങ്ങളുടെ ചിന്തകൾ ഒരുപക്ഷെ ചിതറടിക്കപ്പെടുന്ന അനുഭവത്തിൽ, ഒരു സ്പ്രെഡ് ഔട്ട് ആകുന്ന അനുഭവത്തിലേക്ക് പോയേക്കാം. അതായത് മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ ഞാൻ പിൻപറ്റുന്നത് ശരിയോ തെറ്റോ? ഇസ് ഇറ്റ് റൈറ്റ് ഓർ റോങ്? ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ സെക്കൻഡ് ഹാൻഡായി ഉപയോഗിക്കുന്നത് പോലെ തന്നെ നമ്മുടെ ജീവിതത്തിൽ നാം ഉപയോഗിച്ചു വരുന്ന ഒന്നാണ് സെക്കൻഡ് ഹാൻഡ് റിലീജിയൻ. വീട്, വാഹനങ്ങൾ, വസ്ത്രങ്ങൾ, ചപ്പൽ, ഹെൽമെറ്റ്, ഇങ്ങനെ ഒരുപാട് സാമഗ്രികൾ, പെന്ന്, ബുക്ക്, പേപ്പർ, കമ്പ്യൂട്ടർ, സെക്കൻഡ് ഹാൻഡ് തിങ്സ് നാം ഉപയോഗിക്കുന്നത് പോലെയാണ് നാം ഇന്ന് ഉപയോഗിച്ചു വരുന്ന സെക്കൻഡ് ഹാൻഡ് റിലീജിയൻ. മറ്റൊരാൾ ഉപയോഗിച്ച് വന്ന മതത്തെ നാം പിൻപറ്റുന്നത്, ഫോളോ ചെയ്യുന്നത്. ഇന്നത്തെ ന്യൂ
ജനറേഷൻ എന്ന് പറയുന്നത്, ഇന്നത്തെ ആധുനിക തലമുറ എന്ന് പറയുന്നത് ഞാനും നിങ്ങളൊക്കെ തന്നെയാണ്. ഒരു ആ പാറ്റേണിലല്ലേ ആണോ നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? ചോദ്യം, നിങ്ങൾ സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ പിന്തുടരുന്നവരാണോ? മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ പിന്തുടരുന്നവരാണോ നിങ്ങൾ? ഇത് പറയുവാനുള്ള കാരണം, ഇന്ന് ദൈവത്തിൻ്റെ പേരിൽ, ക്രിസ്തുവിൻ്റെ പേരിൽ അനേകർ തെറ്റായ സമ്പ്രദായങ്ങളെ പിന്തുടരുകയാണ്. സാമാന്യ ജനത്തിന് ഇന്ന് ദൈവരാജ്യം വേണം, പക്ഷേ അവർ തെറ്റിലേക്ക് നയിക്കുന്നവർക്ക് അവർ ചെവി കൊടുക്കുകയാണ്. ദേ നീഡ് കിങ്ഡം ഓഫ് ഗാഡ്, ബട്ട് ദേ ആർ ഫോളോയിങ് ഫോൾസ് പ്രോഫറ്റ്, ദോസ് ഹു ആർ പ്രൊഡ്യൂസിങ് ഹെരസി. തെറ്റായ ഉപദേശങ്ങളെ നൽകുന്നവരെ അവർ പിൻപറ്റുന്നു എന്നതാണ്. മാത്രമല്ല, പ്രസ്ഥാനങ്ങളിലെ ബിഗ് ഫൂട്ട്, വലിയ കാൽപാദങ്ങളെ ഏറെ ഇഷ്ടപ്പെടുന്നവരാണ്. ക്രിസ്തുവിൻ്റെ കാൽപാദങ്ങൾ നിൽക്കവിട്ട് പ്രസ്ഥാനങ്ങളിലെ വലിയ ബിഗ് ഫൂട്ടുകളെ, ബിഗ് പേഴ്സണാലിറ്റികളെ പലപ്പോഴും ഫോളോ ചെയ്യുകയും അവർ പറഞ്ഞു കൊടുക്കുന്ന സമ്പ്രദായ രീതികളെ പിൻപറ്റുന്നവരാണ് ഇന്ന് ഏറെക്കുറെ പേരും ഇന്ന് സമൂഹത്തിൽ ആയിരിക്കുന്നത്. ഇന്ന് ആധുനിക ക്രൈസ്തവന് തെറ്റുകളെയും തെറ്റേത് ശരിയെന്ന് മനസ്സിലാക്കുവാനുള്ള സമയം ഇല്ല. അത് തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് നമ്മുടെ സമൂഹം ഒരു വലിയ ക്രൈസിസ് എന്ന് പറയുന്നത്, ഒരു മൂല്യച്യുതി എന്ന് പറയുന്നത്, തെറ്റും ശരിയും മനസ്സിലാക്കുവാൻ കഴിയുന്നില്ല, തിരിച്ചറിയുവാൻ കഴിയുന്നില്ല എന്നതാണ്. തെറ്റും ശരിയും മനസ്സിലാക്കുവാൻ കഴിയാതെ സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ ചുമക്കുന്ന ഒരു തലമുറ, അതായത് മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ ചുമന്നുകൊണ്ട് നടക്കുന്ന ഇന്നത്തെ തലമുറ, അതിലൊരു പക്ഷേ നാമൊക്കെ ഉൾപ്പെടുന്നുണ്ട്. ഇതിനെ മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ ചുമക്കുന്ന ക്രിസ്ത്യാനികൾ. ഇടയിൽ ഞാനൊന്ന് സൂചിപ്പിക്കട്ടെ, ക്രിസ്ത്യാനിത്വം എന്നത് ഒരു മതമല്ല. ക്രിസ്ത്യാനിത്വം എന്ന് പറയുന്നത് ഒരു വഴിയാകുന്നു. ഒരിക്കലും ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായി കാണരുത്. ക്രിസ്ത്യാനിത്വത്തെ മതമായി കാണുന്നത് കൊണ്ടാണ് ആചാരങ്ങൾക്കും അനുഷ്ഠാനങ്ങൾക്കും ഒക്കെ നാം ഒരുപാട് പ്രയോറിറ്റി കൊടുക്കുന്നത്. ക്രിസ്മസ് പോലുള്ള ഒരുപാട് സംഭവങ്ങൾ, സാന്റാക്ലോസും പുൽക്കൂടുകളും ഒക്കെ ഇങ്ങനെ വർണ്ണശ്രമം വേറൊരു ലെവലിലേക്ക് മനുഷ്യൻ പോകുന്നത് എന്തുകൊണ്ടാണ്? ക്രിസ്ത്യാനിത്വത്തെ ഒരു മതമായി ഏറ്റെടുത്തത് കൊണ്ടാണ്. പക്ഷേ ക്രിസ്ത്യാനിത്വം എന്നത് ഒരു വഴിയായി ഏറ്റെടുക്കുമ്പോഴാണ് കാഴ്ചപ്പാടുകൾ മാറുന്നത്, നിലപാടുകൾ മാറുന്നത്, ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാൻ നമ്മെ പ്രേരിപ്പിക്കുന്നത് ദ പവർ ഓഫ് ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ഞാൻ വിശദമാക്കാം. എന്താണ് റിലീജിയൻ, ക്രിസ്ത്യൻ റിലീജിയൻ എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്? ക്രിസ്തീയ മതം എന്ന് പറഞ്ഞാൽ എന്താണ്? യേശു ക്രിസ്തുവിൻ്റെ വഴി എന്ന് പറഞ്ഞാൽ എന്താണ്? ആദ്യമായി ഞാൻ പറയട്ടെ, അല്ലെങ്കിൽ റിലീജിയൻ, ക്രിസ്തീയ മതത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്, ക്രിസ്തീയ മതത്തിൽ കള്ളപ്രവാചകന്മാർ ധാരാളം ഉണ്ടാകും, കള്ള പുരോഹിതന്മാർ ഉണ്ടാകും, ആടുകളുടെ വേഷമിട്ട ചെന്നായ്ക്കൾ ഒരുപാട് ക്രിസ്ത്യൻ മതത്തിലുണ്ടാകും, അല്ലെങ്കിൽ മതങ്ങളിലുണ്ടാകും. ക്രിസ്തുവിൻ്റെ ദൈവത്തിൻ്റെ പേരിൽ ഈ മതം നിങ്ങളെ നയിക്കുന്നത് നരകത്തിലേക്ക് ആയിരിക്കും. മറ്റൊരു പ്രത്യേകത, മതത്തിൻ്റെ വഴി വിശാലമായിരിക്കും. ഇതാണ് ഈ മതത്തിൻ്റെ, റിലീജിയൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത്. എന്നാൽ യേശുവാകുന്ന വഴിയുടെ പ്രത്യേകത എന്ന് പറയുന്നത്, യേശുവാകുന്ന വഴിയിൽ ശരിയായ ഉപദേശങ്ങൾ മാത്രമേ കാണുകയുള്ളൂ. ദൈവിക പ്രമാണങ്ങൾ അനുസരിക്കേണ്ടതിനാൽ മാനുഷിക പ്രമാണങ്ങളെയും മതത്തിൻ്റെ തത്വങ്ങളെയും ഉപേക്ഷിക്കേണ്ടതായിട്ട് വരുന്നു. യേശുവാകുന്ന വഴിയുടെ പ്രത്യേകത, വാതിൽ ഇടുക്കമുള്ളതായിരിക്കും, വഴി ഞെരുക്കമുള്ളതായിരിക്കും. ഇതാണ് മതവും യേശുവാകുന്ന വഴിയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത്. ഇന്ന് ലോകത്ത് കൂടുതൽ പേർക്കും ഇഷ്ടം മതത്തെയാണ്,
റിലീജിയനെയാണ്. കാരണം ഈ മതത്തിൽ എല്ലാം ഉണ്ടാകും. കർണങ്ങൾക്ക് രസം തോന്നുന്ന, കാഴ്ചയ്ക്ക് ഇൻപമായി തോന്നുന്ന ഒരുപാട് വിഭവങ്ങൾ മതത്തിൽ ഉണ്ടാകും. മാത്രമല്ല, മതത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, ദൈവത്തിൻ്റെ പേരിൽ എന്തും ചെയ്യുവാനുള്ള സ്വാതന്ത്ര്യം മതത്തിൽ ഉണ്ടാകും. ആധുനിക ലോകത്ത് ആധുനിക ലോകം ഇന്ന് ക്രിസ്തുവാകുന്ന വഴിയെ ഇഷ്ടപ്പെടുന്നില്ല. കാരണം ക്രിസ്തു വഴിയിൽ ക്രിസ്തു ഇഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ ചെയ്യുവാൻ കഴിയുകയുള്ളൂ. ഇന്നത്തെ ചോദ്യം ഇതാണ്: പകർന്നു നൽകപ്പെട്ട, കൈമാറ്റം ചെയ്യപ്പെട്ട സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ നമ്മുടെ ക്രിസ്തു അംഗീകരിക്കുന്നുണ്ടോ? ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ? ചോദ്യം ആവർത്തിക്കട്ടെ. പകർന്നു നൽകപ്പെട്ട മതം, സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ ബൈബിൾ അംഗീകരിക്കുന്നുണ്ടോ? യോഹന്നാൻ എഴുതിയ സുവിശേഷം 3-ാം അധ്യായം 3-ാമത്തെ വാക്യം വായിക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നു, പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ തച്ചുടയ്ക്കുന്ന ക്രിസ്തുവിൻ്റെ പ്രസ്താവനയാണ് ഇവിടെ കാണുവാനായി കഴിയുന്നത്. മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ ചുമക്കുന്നത് നിർത്തുവാനുള്ള ഒരു ശക്തമായ ആഹ്വാനത്തെയാണ് ഈ ഭാഗത്ത് യേശുനാഥൻ നിക്കോദിമോസിനോട് പറയുന്നത്. പുതുതായി ജനിച്ചില്ല എങ്കിൽ ദൈവരാജ്യം കാണുവാൻ ആർക്കും കഴിയുകയില്ല. അതിനർത്ഥം ലക്ഷ്യസ്ഥാനത്ത് എത്തണമെങ്കിൽ നിങ്ങൾ പുതുതായി ജനിക്കണമെന്നുള്ളതാണ്. പുതുതായി ജനിക്കണം. പുതിയ ജനനം അർത്ഥമാക്കുന്നത് പകർന്ന് നൽകപ്പെട്ട, അലിഞ്ഞ് ചേർക്കപ്പെട്ട സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ പാടെ ഉപേക്ഷിക്കുക എന്നുള്ളതാണ്. അത് ഉപേക്ഷിച്ച് പകരം ബൈബിളിലേക്കും ക്രിസ്തുവിലേക്കും കൂടുതൽ ഫോക്കസ് ചെയ്യുക, അതിൽ ശ്രദ്ധ അർപ്പിച്ചുകൊണ്ട്, അതിൽ വേരൂന്നിക്കൊണ്ട്, അതിൽ നിലനിൽക്കുക എന്നുള്ളതാണ്. പ്രിയമുള്ളവരെ, രക്ഷിക്കപ്പെട്ടവരുടെ കൂട്ടമെന്ന സഭയിൽ ഉൾപ്പെട്ട നാം വേദപുസ്തകത്തിലേക്കും ക്രിസ്തുവിൻ്റെ ജീവിതത്തിലേക്കും പ്രവേശിക്കുന്ന ഒരു അനുഗ്രഹീതമായ അനുഭവമാണ് പുതുജനനം കൊണ്ട് അർത്ഥമാക്കുന്നത്. സെക്കൻഡ് റിലീജിയൻ, മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ വിട്ട് ഞാൻ ബൈബിളിലേക്കും ക്രിസ്തുവിലേക്കും ഫോക്കസ് ചെയ്ത് ജീവിതത്തെ മുന്നോട്ട് നയിക്കുന്നു, എൻ്റെ ജീവിതത്തിൻ്റെ ഗതികളെ നിയന്ത്രിക്കുന്നു, എൻ്റെ ജീവിതത്തെ ശരിപ്പെടുത്തി ഞാൻ സഞ്ചരിക്കുന്നു. ഇതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. ഇതിനായിട്ടാണ് ദൈവം നമ്മെ വിളിച്ചിരിക്കുന്നത്, ദൈവം നമ്മെ തിരഞ്ഞെടുത്തത്. നിങ്ങളെന്നെ തിരഞ്ഞെടുത്തു എന്നല്ല, ഞാൻ നിങ്ങളെ തിരഞ്ഞെടുത്തു. യെസ്, ക്രിസ്തുവാണ് നമ്മെ ചൂസ് ചെയ്തത്, നമ്മെ വിളിച്ചത്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായുള്ളവരെ എല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കും. എത്ര ധന്യമായ അനുഭവം അല്ലേ? അധ്വാനിക്കുന്നവർക്കും ഭാരം ചുമർക്കുന്നോർക്കും അത്താണിയായുള്ളോനേ അല്ലേ? അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവർക്കും അത്താണിയായ ക്രിസ്തു നാഥൻ. മതമല്ല പ്രിയമുള്ളവരെ, ക്രിസ്തു എന്ന വഴി. ഇന്നത്തെ ചിന്താവിഷയത്തിലേക്ക് നാം പ്രവേശിക്കുവാൻ പോകുകയാണ്. ഇന്നത്തെ ചിന്താവിഷയം ഞാൻ പറഞ്ഞല്ലോ, മതം, ക്രിസ്തു, ഞാൻ. ഇതിൻ്റെ ആഴത്തട്ടിൽ നിന്നും പുതുജനവുമായി ബന്ധപ്പെട്ട് ഞാൻ പറയട്ടെ, എങ്ങനെ നമ്മുടെ വിളിക്ക് യോഗ്യമാവണ്ണം ജീവിക്കും. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരും എല്ലാവരും എൻ്റെ അടുക്കൽ കടന്നു വരുമെന്ന് പറഞ്ഞു നമ്മെ വിളിച്ചിരിക്കുകയാണ്. ഈ വിളിക്ക് യോഗ്യമായ വിധത്തിൽ നമുക്ക് എങ്ങനെ ജീവിക്കുവാൻ സാധിക്കും? ഞാൻ 2 റെഫറൻസ് പറയുകയാണ്. വേദപുസ്തകത്തിൽ നിന്നും 2 വാക്യങ്ങളെ പറയുകയാണ്. 2 പത്രോസ് 1-ാം അധ്യായത്തിൻ്റെ 10ഉം 11ഉം വാക്യങ്ങൾ. സഹോദരന്മാരെ, നിങ്ങളുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ നിങ്ങൾ അധികം ശ്രമിപ്പിൻ. ഇത് 10ാമത്തെ വാക്യം. 11ാമത്തെ വാക്യത്തിൽ, ഇങ്ങനെ ചെയ്താൽ നിങ്ങൾ ഒരു നാളും ഇടറിപ്പോകാതെ നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ നിത്യ രാജ്യത്തിലേക്കുള്ള പ്രവേശനം നിങ്ങൾ ധാരാളമായി പ്രാപിക്കും എന്നാണ് ഇവിടെ രേഖപ്പെടുത്തിയിരിക്കുന്നത്. വിളിക്ക് യോഗ്യമണം ജീവിക്കുക. എന്നെയും നിങ്ങളെയും ക്രിസ്തുനാഥൻ വിളിച്ചു, തിരഞ്ഞെടുത്തു. ആമേൻ. ആ വിളിച്ച് തിരഞ്ഞെടുത്ത അനുഭവത്തിലാണോ ഇന്ന് നാം ജീവിച്ചു കൊണ്ടിരിക്കുന്നത്? അതോ
നാം ഇപ്പോഴും മറ്റൊരാൾ ഉപയോഗിച്ച മതത്തെ ചുമന്നുകൊണ്ട് അതിൽ സഞ്ചരിക്കുന്നവരാണ്? ഇതിനെക്കുറിച്ച് ഞാൻ വിശദമാക്കാം. കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ പരസ്യ ശുശ്രൂഷ കാലഘട്ടത്ത് ക്രിസ്തു 12 ശിഷ്യന്മാരെ വിളിക്കുകയുണ്ടായി. ക്രിസ്തു ശിഷ്യന്മാരുടെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതാണ് വിലയേറിയ വിശ്വാസം. ക്രിസ്തു ശിഷ്യന്മാരുടെയും ഒരു പ്രത്യേകതയാണ് വിശ്വാസം അഥവാ വിലയേറിയ വിശ്വാസം. ഞാൻ പറയട്ടെ, പുതിയ നിയമ കാലഘട്ടത്ത് പുതിയ നിയമവുമായി ബന്ധപ്പെട്ട് 2 ഘടകങ്ങളെ വേദപുസ്തകം നൽകുന്നുണ്ട്. അതായത് 2 ഭാഗങ്ങളുണ്ട്. നമുക്കറിയാമല്ലോ, പുതിയ നിയമത്തിൽ 2 പ്രധാനപ്പെട്ട ഭാഗങ്ങളുണ്ട്. ഒന്നാമത്തെ ഭാഗമാണ് സുവിശേഷം, രണ്ടാമത്തെ പോർഷനാണ് ലേഖനങ്ങൾ. ഈ സുവിശേഷം നമ്മിൽ വിലയേറിയ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നതാണ്. സുവിശേഷം നമ്മിൽ വിശ്വാസത്തെ രൂപപ്പെടുത്തുന്നു. എന്നാൽ ലേഖനങ്ങൾ എന്ന് പറയുന്നത് വിലയേറിയ വിശ്വാസം ലഭിച്ചവർക്ക് വളർച്ച പ്രദാനം ചെയ്യുന്നു എന്നുള്ളതാണ്, ഗ്രോത്ത് പ്രദാനം ചെയ്യുന്നു. അപ്പോൾ ഗ്രോത്ത് മാത്രമല്ല, ഗ്രോത്തും നൽകും, ഫലവും നൽകുന്ന ഒന്നാണ്. ഇത് നാം എപ്പോഴും ഫോക്കസ്ഡ് ആയിരിക്കണം. ഇന്ന് ലോകത്തിലുള്ള ക്രൈസ്തവരിൽ ഭൂരിഭാഗം എന്ന് പറയുന്നത് 100 ക്രൈസ്തവരെ എടുത്താൽ ഒരുപക്ഷെ ഞാൻ മനസ്സിലാക്കുന്നത് 99 പേരിൽ എന്തായിരിക്കും, ഗോസ്പൽ ഉണ്ടാകും, വിശ്വാസവും വിലയേറിയ വിശ്വാസവും ഉണ്ടാകും. പക്ഷേ ഒരു വ്യക്തിയിലായിരിക്കാം ചിലപ്പോൾ എന്തുണ്ടായിരിക്കുന്നത്, ഗ്രോത്ത്, വളർച്ച ഉണ്ടായിരിക്കുന്നത്. ക്രിസ്ത്യൻ ഫെയ്ത്തിലുണ്ടാകുന്ന ഒരു ഗ്രോത്ത് മാത്രമല്ല, ഫലവും ഉണ്ടാകുന്നത്. ഇന്ന് ദൈവജനത്തിന് വിശ്വാസമുണ്ട്, പക്ഷേ വളർച്ചയില്ല. വേദനയോട് ഞാൻ പറയട്ടെ, ഇന്ന് ലോകത്തിലെ ക്രൈസ്തവ വിശ്വാസമുള്ളവർക്ക് ഇന്ന് വിശ്വാസമുണ്ട്, പക്ഷെ വളർച്ചയില്ല. കാരണം സുവിശേഷത്തിൽ മാത്രം ഫോക്കസ് ചെയ്തുള്ള ജീവിതമാണ്. ലേഖനങ്ങളിലേക്ക് പോയേ നമ്മെ ഇങ്ങനെ ചെത്തി വെടിപ്പാക്കുന്ന അനുഭവം കാണുവാനായി സാധിക്കും. ചെയ്യാത്ത ഇങ്ങനെ ഷാർപ്പൺ ചെയ്ത് കൊണ്ടുപോകുന്ന ഒരു പാറ്റേൺ ഉണ്ട്, ദ ഹോളി സ്പിരിറ്റ്, ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ്. ദൈവം ആഗ്രഹിക്കുന്ന ഗ്രോത്താണ്, ക്രിസ്തീയ വിശ്വാസത്തിൻ്റെ ഗ്രോത്താണ്. പ്രിയമുള്ളവരെ, വിളിയും തിരഞ്ഞെടുപ്പും വളരെ ശ്രദ്ധയോടെ നാം മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം എന്നുള്ളതാണ് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് ഈ പ്രഭാതത്തിൽ നമ്മോട് പറയുന്നത്. ഞാൻ ചോദിക്കട്ടെ, ഈ വിളിയിലും തിരഞ്ഞെടുപ്പിലും ഉള്ളത് എന്താണ്? ഇന്ന് നമ്മൾ കൺഫ്യൂഷനിൽ കിടക്കുന്ന ഒരു സംഭവമാണ്. ഈ വിളിയിലും തിരഞ്ഞെടുപ്പിലും കിടക്കുന്ന അന്തർലീനമായിരിക്കുന്ന അനുഭവം എന്താണ്? മറ്റൊരു വിധത്തിൽ പറഞ്ഞാൽ ഈ വിശ്വാസത്തിലും വളർച്ചയിലും അന്തർലീനമായി കിടക്കുന്നത് എന്താണ്? ഞാൻ പ്രധാനമായിട്ടും വേദപുസ്തക അടിസ്ഥാനത്തിൽ 7 കാര്യങ്ങളെ ചുരുക്കത്തിൽ പറഞ്ഞു പോവുകയാണ്. 7 കാര്യങ്ങൾ. ഞാൻ പറഞ്ഞ പത്രോസ് എഴുതിയ ലേഖനം 2 പത്രോസ് 1-ാം അധ്യായം അതിൽ 3 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ വേദപുസ്തകം പറയുന്നു, ഇന്ന് പലരും ലോകത്തിൽ തങ്ങളുടെ വിളിയും തങ്ങളുടെ തിരഞ്ഞെടുപ്പിനെയും ഗണ്യമാക്കുന്നില്ല എന്നുള്ളതാണ്. ഈ ഗണ്യമാക്കുവാൻ മുൻവരിക എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത്, ബൈബിൾ അവരെ പഠിപ്പിക്കുന്നത്, നിങ്ങൾക്ക് സുവിശേഷത്തിൽ നിന്നും കിട്ടുന്ന വിശ്വാസത്തിനോട്ട് വീര്യം കൂട്ടുക എന്നതാണ് ഒന്നാമത്തെ ചിന്ത എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ലഭിച്ച വിശ്വാസം അഥവാ വിലയേറിയ വിശ്വാസത്തിനോട് വീര്യം കൂട്ടുക എന്നതാണ്. വിശ്വാസത്തിനോട്ട് വീര്യം കൂട്ടിയ അനുഭവം നമുക്കുണ്ടോ? സുവിശേഷത്തിൽ നിന്ന് ലഭിച്ച വിശ്വാസത്തിൻ്റെ അനുഭവങ്ങൾക്ക് വീര്യം കൂട്ടണം. ആ വീര്യം കൂട്ടുവാൻ നമ്മെ സഹായിക്കുന്നത് ലേഖനങ്ങളാണ്. ഒരു പാലിൽ ചായപ്പൊടി ഇടുന്ന അനുഭവമാണ് അതിനൊരു വീര്യം, ടിക്കേഷൻ കൂട്ടുന്നത്. അത് മറ്റൊരു ഫീലാണ്. അപ്പോൾ അതിന് വീര്യം കൂട്ടുന്ന അനുഭവം. ഇന്ന് പലർക്കും വിശ്വാസമുണ്ട്, വിശ്വാസത്തിന് വീര്യമില്ല. മങ്ങിപ്പോയ വിശ്വാസം, ഫ്ലെക്സിബിളായ വിശ്വാസം, സ്റ്റെഡിനെസ് ഇല്ല. അതാ ബൈബിൾ പറയുന്നത്, നീ ശീതവാനുമല്ല ഉഷ്ണവാനുമല്ല, ശീതോഷ്ണമാനാകിയാൽ ഞാൻ നിന്നെ എൻ്റെ വായിൽ നിന്ന് ഉമിന്ന് കളയും. നിനക്ക് വളർച്ചയുമില്ല, വീര്യവുമില്ല, ഫലവുമില്ല, അതുകൊണ്ട് ഉമിന്ന് കളയും. ഞാൻ നിന്നെ വിളിച്ചു, ഞാൻ തിരഞ്ഞെടുത്തു, പക്ഷെ നീ അതിനനുസരിച്ച് നിന്നുള്ള ഗ്രോത്ത് നിനക്ക് ഉണ്ടായില്ല എന്നതാണ്.
ഇതാണ് ഒന്നാമത്തെ കൺസെപ്റ്റ്, വിശ്വാസത്തോട് വീര്യം കൂട്ടുക. രണ്ടാമത്തേത്, വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുന്നില്ല എന്നുള്ളതാണ്. വീര്യത്തോട് പരിജ്ഞാനം കൂട്ടുന്നില്ല. നമുക്ക് വിശ്വാസമുണ്ട്, വിശ്വാസത്തിൽ വീര്യം കൂട്ടി, ഇനി നമുക്ക് വേണ്ടത് മൂന്നാമത്തെ പരിജ്ഞാനമാണ്. ഇന്ന് പലരും ബ്ലൈൻഡ് ഫെയ്ത്തിലാണ് ജീവിക്കുന്നത്. ഞാൻ ഒരു സഭാവിഭാഗത്തെ എടുത്ത് പറയുന്നില്ല, പലപ്പോഴും നമ്മൾ ബ്ലൈൻഡ് ഫെയ്ത്ത്. പക്ഷേ ക്രിസ്ത്യൻ ഫെയ്ത്ത് ഈസ് നോട്ട് ബ്ലൈൻഡ്. ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത് അതൊരു റിയലായ ഒന്നാണ്, അതൊരു ബ്ലൈൻഡ് ഫെയ്ത്തിൽ പോകുന്ന ഒന്നല്ല. അവിടെ നമുക്കൊരു പരിജ്ഞാനം ഉണ്ടാകണം, യാഥാർത്ഥ്യങ്ങളെ തിരിച്ചറിയണം. യാഥാർത്ഥ്യത്തിലേക്ക് പലപ്പോഴും തിരിയുന്നില്ല, നാം കണ്ണടയ്ക്കുന്നു എന്നുള്ളതാണ്. ചില ശരികളെ ചിലർ കാണുന്നുണ്ട്, പക്ഷെ അവിടെ കണ്ണടയ്ക്കുകയാണ്. ചിലർ ശരിയെയും തെറ്റിനെയും തിരിച്ചറിയാതെ, ഞാൻ നേരത്തെ ആമുഖമായി സൂചിപ്പിച്ചതുപോലെ സെക്കൻഡ് ഹാൻഡ് റിലീജിയൻ ഇങ്ങനെ ചുമന്നു കൊണ്ടുപോവുകയാണ്. പ്രിയമുള്ളവരെ, യാഥാർത്ഥ്യങ്ങൾ നിറഞ്ഞതാണ് ക്രിസ്തീയ വിശ്വാസം എന്ന് പറയുന്നത്, ക്രിസ്തീയ ജീവിതം എന്ന് പറയുന്നത്. അവിടെ നിനക്ക് ഒരു ശരി ഉണ്ടാകണം, നിനക്കായിട്ടൊരു ശരി, ഒരു കാഴ്ചപ്പാട്, ഒരു ദർശനം ഉണ്ടാകണം. ഞാൻ സഞ്ചരിക്കുന്ന വഴി എന്താണ്, ഞാൻ സഞ്ചരിക്കുന്ന വഴി ഏതാണ്, ഞാൻ പറഞ്ഞു എന്നൊക്കെ പരിജ്ഞാനം ഉണ്ടാകണം. 3, പരിജ്ഞാനത്തോടുകൂടെ ഇന്ദ്രിയ ജയമില്ലാത്തതാണ്. പരിജ്ഞാനത്തോട് ഇന്ദ്രിയ ജയം. ഇന്ദ്രിയ ജയം എന്ന് പറയുന്നത് ടെമ്പറൻസ്, അതായത് ആത്മസംയമനം. ആത്മസംയമനം ഇത് നമുക്ക് എന്തൊക്കെ പറയാം, എന്തെല്ലാം ചെയ്യാം, എന്തെല്ലാം ചെയ്യാൻ പാടില്ല, ഇതിനെക്കുറിച്ചുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ് നമ്മെ ആത്മസംയമനത്തിലേക്ക് വഴി നടത്തുകയാണ്. ഇഷ്ടം പോലെ മാനുഷിക സമ്പ്രദായങ്ങൾ ജീവിക്കുവാൻ വേണ്ടിയല്ല, ആർക്കും എന്തിനും കീഴ്പ്പെട്ട് ബെൻഡ് ചെയ്ത് മറ്റൊരു ലെവലിലേക്ക് പോവുക എന്നുള്ളതല്ല. യാഥാർത്ഥ്യങ്ങൾ തിരിച്ചറിഞ്ഞ് ആത്മസംയമനത്തോടെ ക്രിസ്തു കാണിക്കുന്ന പാതയിൽ മുന്നോട്ട് പോകുവാനായിട്ട് കഴിയണം. എന്താണ് ഞാൻ ചെയ്യേണ്ടുന്നത്, എന്ത് ചെയ്യാൻ പാടില്ല, എന്താണ് ഞാൻ പറയേണ്ടത്, എന്ത് പറയാൻ പാടില്ല, എവിടെ ഞാൻ പോകേണ്ടത്, എവിടെ പോകുവാൻ പാടില്ല, ഇതിനെക്കുറിച്ചുള്ളൊരു ആത്മസംയമനം നമുക്കുണ്ടാകണം. ഇത് വ്യക്തമായി മനസ്സിലാക്കേണ്ട ഒന്നാണ്. 4, ഇന്ദ്രിയ ജയത്തോടുകൂടെ സ്ഥിരത ആവശ്യം. സ്ഥിരത അവിടെ ഇംഗ്ലീഷിൽ നൽകപ്പെട്ട പേഷ്യൻസ് എന്നാണ്. സഹനശക്തി, ക്ഷമാശീലം നമുക്കുണ്ടാകണം. ആത്മസംയമനത്തോടുകൂടെ തന്നെ അതിൽ ഒരു ക്ഷമാശീലവും സഹനശീലവും കൂടെ വരുമ്പോൾ ഒന്ന് ചിന്തിച്ച് നോക്കുക. അമേസിങ് അല്ലേ? അവിടെ ഒരു ശാന്തത, അവിടെ വലിയൊരു ശാന്തത. ആ ശാന്തതയുള്ളിടത്ത് ദൈവ സാന്നിധ്യമുണ്ട്, സാമീപ്യമുണ്ട്, മറന്നു പോകരുത്. ഇന്ദ്രിയ ജയത്തോട് സ്ഥിരത. 5, സ്ഥിരതയോട് ഭക്തി. ഈ സ്ഥിരത വന്നു കഴിയുമ്പോഴാണ് നമ്മുടെ ലൈഫിൽ ഭക്തി ഉണ്ടാകുന്നത്. ഇന്ന് പലപ്പോഴും നേരെ മറിച്ചാണ്. ആദ്യത്തെ ഗോസ്പൽ വിശ്വാസം കഴിഞ്ഞാൽ ഉടൻ നമുക്ക് ഭക്തിയാണ് പ്രവേശിക്കുന്നത്. ദാറ്റ് ഈസ് ദ പ്രോബ്ലം. സുവിശേഷം കേട്ട് വിശ്വാസം വന്നു, ഉടനെ ഭക്തിയാണ്. ഇതിനിടയിലുള്ള എന്തൊക്കെ നാം വിട്ടുകളയുകയാണ്? വീര്യം ഇല്ല, പരിജ്ഞാനമില്ല, സ്ഥിരത ഇല്ല, അതായത് ഇന്ദ്രിയ ജയം ഇതില്ല. അപ്പം ഇങ്ങനെ ഇതില്ലാതെ വരുമ്പോൾ നേരെ ഡയറക്റ്റ് എൻട്രി ചെയ്യണം ഭക്തിയിലേക്ക്. അതുകൊണ്ടാണ് ഭക്തി വ്യാജമായി മാറുന്നത്, കപടഭക്തിയായി മാറുന്നത് എന്ന് മനസ്സിലാക്കുക. 6, ഭക്തിയോട് സഹോദരപ്രീതി. എവിടെയാണോ റിയൽ ആ ഭക്തിയുള്ളത്, ആ റിയലായിട്ടുള്ള യഥാർത്ഥ ഭക്തിയുള്ളത്, അവിടെ സഹോദരപ്രീതി ഉണ്ടാകും. സഹോദരങ്ങളെ സ്നേഹിക്കുവാനും കരുതുവാനും. ഇന്ന് എന്തുകൊണ്ടാണ് അതില്ലാതെ പോകുന്നത്? യഥാർത്ഥ ഭക്തി ഇല്ലാത്തതുകൊണ്ടാണ്. കപടഭക്തി ഉള്ളിടത്ത് സഹോദരപ്രീതി ഉണ്ടാകുകയില്ല. ഏറ്റവും ഒടുവിലായി പറഞ്ഞിരിക്കുന്നത് സഹോദരപ്രീതി ഉള്ളിടത്ത് സ്നേഹമുണ്ടായിരിക്കും. സഹോദരപ്രീതിയുള്ളിടത്ത് സ്നേഹമുണ്ടാകും. ഈ 7 കാര്യങ്ങളും ഒരു ക്രിസ്തു ശിഷ്യനിൽ ഉണ്ടാകണമെന്നുള്ളതാണ്. വിളിയും തിരഞ്ഞെടുപ്പും ഗണ്യമാക്കുന്ന ഒരു വ്യക്തി മതത്തെ വിട്ട് ഞാനും ക്രിസ്തുവും തമ്മിലുള്ള ബന്ധത്തിൽ ഈ 7 കാര്യങ്ങൾ ഒരു മനുഷ്യനെ പൂർണ്ണതയിലേക്ക് നയിക്കുന്നു എന്നുള്ളതാണ്. ഈ 7 കാര്യങ്ങൾ ഇല്ലാത്ത ക്രിസ്തു ശിഷ്യനെക്കുറിച്ച്
പത്രോസ് പറയുന്നുണ്ട് 1-ാം അധ്യായത്തിൻ്റെ 9-ാമത്തെ വാക്യത്തിൽ ഈ 7 കാര്യങ്ങളും ഇല്ലാത്ത ക്രിസ്തു ശിഷ്യനെക്കുറിച്ച്. അവൻ കുരുടൻ, ഹ്രസ്വ ദൃഷ്ടിയുള്ളവൻ, മുമ്പിലത്തെ പാപങ്ങളുടെ ശുദ്ധീകരണത്തെ മറന്നവൻ. ഇന്ന് വിശ്വാസ സമൂഹത്തിൽ ഒരുപാട് കുരുടരുണ്ട്, ഒരുപാട് ഹ്രസ്വ ദൃഷ്ടിയുള്ളവരുണ്ട്, മുൻപിലത്തെ പാപങ്ങളുടെ ശുദ്ധിയത്തെ മറന്ന ഒരുപാട് ബിഷപ്പുമാരുണ്ട്, പുരോഹിതരുണ്ട്, വിശ്വാസികളുണ്ട്. പ്രസ്ഥാനങ്ങൾ ഏറെ ഇന്ന് പെരുകിക്കൊണ്ടിരിക്കുകയാണ്, വർദ്ധിച്ചു വരികയാണ്. ഇവരെക്കുറിച്ചാണ് ബൈബിൾ പറയുന്നത് 8-ാമത്തെ വാക്യത്തിൽ, ഉത്സാഹമില്ലാത്തവർ, നിഷ്ഫലർ, ഒന്നിനും കൊള്ളാത്തവർ, എന്തൊക്കെയോ മതത്തിൻ്റെ പേരിൽ കാട്ടിക്കൂട്ടുന്നു. സെക്കൻഡ് ഹാൻഡ് റിലീജിയനെ ചുമക്കുന്ന ക്രിസ്തുവിൻ്റെ ശിഷ്യർ എന്നഭിമാനിക്കുകയാണ്. ക്രിസ്തുവിൻ്റെ ശിഷ്യരല്ലാതിരിക്കെ ക്രിസ്തുവിൻ്റെ ശിഷ്യർ എന്ന് അഭിമാനിച്ചുകൊണ്ട് മതത്തിനെ ചുമക്കുന്നവർ. പ്രിയരെ, നമ്മുടെ വിളിയും തിരഞ്ഞെടുപ്പും ഉറപ്പാക്കുവാൻ അധികം നാം ശ്രമിച്ചാൽ നാം ഒരിക്കലും ഇടറിപ്പോകുകയില്ല. നിത്യരാജ്യത്തിലേക്കുള്ള പ്രവേശനം നമ്മിൽ സാധ്യമാകും. ഇത് പറയുന്നത് പത്രോസാണ്. പത്രോസ് പറയുകയാണ്, ഇത് പറയുന്ന ഞാൻ, അതായത് 1-ാം അധ്യായത്തിൻ്റെ 16-ാം വാക്യം വായിക്കുമ്പോൾ പത്രോസ് തന്നെക്കുറിച്ച് പറയണം, ഞങ്ങൾ നിർമ്മിത കഥകളെ പിൻപറ്റുന്നവരല്ല, നിർമ്മിത കഥകളെ അനുസരിക്കുന്നവരല്ല, നിർമ്മിത കഥകളെ സൃഷ്ടിക്കുന്നവരും അല്ല എന്നാണ്. പിന്നെയോ 16-ാം അധ്യായത്തിന് അവസാനം പറഞ്ഞു, ഞങ്ങൾ മഹിമ കണ്ട സാക്ഷികളത്രേ. ഞങ്ങൾ മഹിമ കണ്ട ദൈവത്തിൻ്റെ മഹത്വത്തെ ദർശിച്ച സാക്ഷികളത്രേ. ധൈര്യത്തോട് പറയുകയാണ്. എത്ര പേർക്ക് പറയാൻ സാധിക്കും ഞങ്ങൾ ദൈവത്തിൻ്റെ മഹിമ കണ്ട സാക്ഷികളെന്ന്? അതായത് ദൈവത്തിൻ്റെ ശബ്ദം കേട്ടവർ, പ്രവാചക ശബ്ദം ശ്രവിച്ചവർ, ദൈവിക വാഗ്ദത്തങ്ങൾ ശ്രവിക്കുന്നവർ. പ്രിയമുള്ളവരെ, പത്രോസ് വളരെ സ്പഷ്ടമായിട്ട് പറഞ്ഞിരിക്കുകയാണ്. ഈ പുതിയ വർഷത്തിൻ്റെ 2-ാമത്തെ ആഴ്ചയിലേക്ക് നാം പ്രവേശിച്ചിരിക്കുമ്പോൾ മതവും ക്രിസ്തുവും ഞാനും. ഞാൻ പറയട്ടെ, നിങ്ങൾ ക്രിസ്തുവിൻ്റെ വഴിയിലാണ് ഗമിക്കുന്നതെങ്കിൽ, ക്രിസ്തുവിൻ്റെ വഴിയിലാണ് ഇടുക്കമുള്ള ഞെരുക്കമുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്നവരെങ്കിൽ, ഇന്ന് നിങ്ങൾ ഇരിക്കുന്നത് ഇരുണ്ട സ്ഥലത്താകാം. പക്ഷേ നിങ്ങൾക്ക് ഒരു പ്രഭാതം പൊട്ടിവിടരും, നേരം വെളുക്കും, ഉദയ നക്ഷത്രം ഉദിക്കും. ഹല്ലേലൂയ, ആമേൻ. ഉദയ നക്ഷത്രം നിങ്ങളുടെ ജീവിതത്തിൽ ഉദിക്കും. പ്രിയമുള്ളവരെ, നിങ്ങൾ ഇപ്പോൾ ഇരിക്കുന്നത് ഇരുണ്ട സ്ഥലത്താകാം, സാഹചര്യങ്ങൾ പ്രതികൂലമാകാം, പക്ഷേ ഉദയ നക്ഷത്രം നിങ്ങൾക്ക് ഉദിക്കും. ഇടുങ്ങിയതും ഞെരുങ്ങിയുമായ അവസ്ഥകളുടെ നടുവിൽ ഒരു പ്രഭാത നക്ഷത്രം നിങ്ങൾ കാണും. പ്രിയമുള്ളവരെ, അതുവരെ നിങ്ങളിൽ ഉണ്ടാകേണ്ട 2 കാര്യങ്ങൾ വേദപുസ്തകം പറയുന്നുണ്ട്. നിങ്ങൾ ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കണം. ആമേൻ. ദൈവശബ്ദം കേട്ടുകൊണ്ടേയിരിക്കണം. പതറരുത്, മാറിപ്പോകരുത്, തളരരുത്, ഭ്രമിക്കരുത്, ഭയപ്പെടരുത്. ദൈവത്തിൻ്റെ ശബ്ദം കേട്ടുകൊണ്ടേയിരിക്കുക. ഒരുപാട് ശബ്ദങ്ങളുടെ നടുവിൽ ഈ ലോകത്ത് ദൈവത്തിൻ്റെ ശബ്ദം നിങ്ങൾ സെലക്ട് ചെയ്ത് അന്വേഷിച്ച് കണ്ടെത്തി അത് കേട്ടുകൊണ്ടേയിരിക്കുക. 2, വാഗ്ദത്തങ്ങൾ നമുക്കുള്ളിൽ ഉണ്ടായിരിക്കണം. പ്രവചനങ്ങൾ ഉണ്ടായിരിക്കണം, വാഗ്ദത്തങ്ങൾ ഉണ്ടായിരിക്കണം. ഇവ 2ഉം ഉണ്ടെങ്കിൽ നാം നിൽക്കുന്ന സ്ഥലം, സാഹചര്യം ഇരുട്ട് നിറഞ്ഞതായിരുന്നാലും നമുക്കുള്ളിൽ ഒരു പ്രകാശമുണ്ടായിരിക്കും. പ്രിയമുള്ളവരെ, നമുക്കുള്ളൊരു പ്രകാശമുണ്ടായിരിക്കും. യായിറോസ് എല്ലാം എംറ്റിയായി തീർന്നു നിൽക്കുമ്പോഴും, മാർക്ക് സുവിശേഷം 5-ാമത്തെ അധ്യായത്തിൽ 35-ാമത്തെ വാക്യം, എല്ലാം തീർന്നു, തൻ്റെ ഏക മകൾ മരിച്ചുവെന്ന് അറിഞ്ഞിട്ടും അവൻ യേശുവിനോടൊപ്പം നിൽക്കുകയാണ്, യേശുവിനെ പിൻപറ്റുകയാണ് പ്രതീക്ഷയോടുകൂടെ. അറിയില്ല യായിറോസിൻ്റെ ഉള്ളിൽ എന്താണ് ഉണ്ടായിരുന്നതെന്ന്, പക്ഷേ അവനൊരു ഉറപ്പ് പ്രതീക്ഷ ഉണ്ടായിരുന്നു കാണും. ഇല്ലെങ്കിൽ യേശുവിനെ പിൻപറ്റുവാൻ ഒരു പക്ഷേ കഴിയുമായിരുന്നില്ല. മകൾ മരിച്ചു എന്ന വാർത്ത കേട്ടിട്ട് പോലും അവൻ യേശുവിനെ തന്നെ പിൻപറ്റുകയാണ്. യേശു പറഞ്ഞു, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. എന്നെ കേൾക്കുന്ന പ്രിയ ദൈവജനമേ, ഈ പുതിയ വർഷത്ത് ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവ് നമ്മോട് പറയുന്ന ഒരു ചിന്തയാണ്, ഭയപ്പെടേണ്ട, വിശ്വസിക്കുക മാത്രം ചെയ്യുക. ക്രിസ്തുവിൻ്റെ വഴി, ക്രിസ്തുവിലുള്ള വിശ്വാസം, പുതിയ ജനനം. നമുക്ക് വേണ്ടത് മതമല്ല നമുക്ക് വേണ്ടത്. നമുക്ക് വേണ്ടി ക്രിസ്തുവും ക്രിസ്തുവിൻ്റെ ഭാവവും ക്രിസ്തുവിൻ്റെ ശീലങ്ങളും ക്രിസ്തു പഠിപ്പിച്ചതുമാണ് നമുക്ക് വേണ്ടത്. മുന്നോട്ട് സഞ്ചരിക്കുവാൻ, നിത്യതയിൽ പ്രവേശിക്കുവാൻ, ആ അനുഭവത്തിൽ ജീവിക്കുവാൻ കർത്താവ് നമ്മെ ഓരോരുത്തരെയും സഹായിച്ച് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്നത്തെ ചോദ്യം ഇതാണ്. പുതിയ നിയമത്തിലെ 2
ഭാഗങ്ങളെ കുറിച്ച് പറഞ്ഞു. ഒന്ന് സുവിശേഷം, മറ്റൊന്ന് ലേഖനങ്ങൾ. ഇതിൽ രണ്ടാമത്തെ ഭാഗമായ ലേഖനം നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് എന്താണ്? ലേഖനങ്ങൾ നമ്മുടെ ജീവിതത്തിൽ പ്രദാനം ചെയ്യുന്നത് എന്താണ്? നിങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കർത്താവ് നിങ്ങളെ സമൃദ്ധിയായി അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ. കണ്ണുകളടയ്ക്കാം. ദൈവത്തോട് നമുക്ക് പ്രാർത്ഥിക്കാം. ഉന്നതനും വല്ലഭനുമായിരിക്കുന്ന, വാഗ്ദത്തങ്ങൾ വിശ്വസ്തനായിരിക്കുന്ന സ്വർഗസ്ഥ പിതാവാം ഞങ്ങളുടെ നല്ല ദൈവമേ, അനുഗ്രഹത്തിൻ്റെ ഉറവിടമേ, അങ്ങ് ഞങ്ങൾ സ്നേഹിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. ഏറ്റവും ധന്യമായ ഉന്നതമായ ഈ സമയത്തിനായി അങ്ങ് ഞങ്ങൾ വാഴ്ത്തുന്നു, സ്തോത്രം ചെയ്യുന്നു. പിതാവെ, നൽകിയ അനുകൂല സാഹചര്യങ്ങൾക്കായി, നന്മകൾക്കായി സ്തോത്രം അപ്പ. ഈ ലോകത്തിൽ ഞങ്ങൾ ജീവിക്കുമ്പോൾ മതത്തെ പിൻപറ്റുന്നവരായിട്ടല്ല, ക്രിസ്തുവിനെ പിൻപറ്റുന്നവരായിട്ട് തന്നെ ആയിരിക്കാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ക്രിസ്തു ചിന്തകൾ ഞങ്ങളുടെ ജീവിതത്തിന്, ക്രിസ്തുവിൻ്റെ ഭാവം, അവിടുത്തെ ശീലങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിൻ്റെയായി മാറട്ടെ കർത്താവേ. അവിടുത്തെ കൃപ കൊണ്ട് ഞങ്ങളെ പൊതിയണമേ. കൈകാലുകൾക്ക് ബലം നൽകണമേ, ശക്തി നൽകണമേ അപ്പ. ഞങ്ങളുടെ കാഴ്ചപ്പാടുകളെ മാറ്റുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു അപ്പ. ശരിയായ ദർശനാത്മകമായ ചിന്തകളെ ദൈവമേ ഞങ്ങൾക്ക് നൽകുന്നതോർത്ത് സ്തോത്രം ചെയ്യുന്നു പിതാവേ. ഞങ്ങളെ ബലപ്പെടുത്തണമേ, ശക്തീകരിക്കണമേ. ഈ വചനം ശ്രവിച്ച എല്ലാവരെയും യേശുവിൻ്റെ നാമത്തിൽ അടിയൻ അനുഗ്രഹിച്ച് ആശീർവദിക്കുന്നു. തിരുകൃപ നീളായി കൂടിരിക്കട്ടെ, യേശു രക്ഷിതാവിൻ്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ. ആമേൻ. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണം, തിരുരാജ്യം വരണം, തിരുവിഷ്ടം സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണം. ഞങ്ങൾക്ക് ആവശ്യമുള്ള ആഹാരം നൽകണം. ഞങ്ങൾ കടക്കാരോട് ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണം. ഞങ്ങളെ പരീക്ഷയിൽ കടത്താതെ ദുഷ്ടങ്ങളിൽ നിന്ന് വിടുവിക്കണം. രാജ്യവും ശക്തിയും മഹത്വം ഇന്നും എന്നേക്കും അങ്ങേക്കുള്ളതാകുന്നുവല്ലോ. ആമേൻ. വിശ്വാസത്തോടെ ആശീർവാദം കൈക്കൊള്ളു. നമ്മുടെ കർത്താവും രക്ഷിതാവുമായ യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവാം ദൈവത്തിന്റെ കൃപ, അനുഗ്രഹം, നന്മ വാഴും നാം ഇവരോടും ഇന്നും സദാകാലം കൊണ്ടിരിക്കുമാറാകട്ടെ. ആമേൻ. 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 പ്രിയരെ, ക്രിസ്തുവിൻ്റെ നല്ല ശിഷ്യനായി, ശിഷ്യയായി, ക്രിസ്തുവിൻ്റെ വഴിയിൽ, ക്രിസ്തുവിൻ്റെ ഭാവത്തോടെ ജീവിക്കുവാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ. ഗോഡ് ബ്ലസ് യു ആൾ. താങ്ക് യു വെരി മച്ച്.